ബിറ്റ്കോയിൻ്റെ ചാർട്ടിൽ നമുക്ക് ഇപ്പോൾ കാണാവുന്ന വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബൈ ചെയ്യാനായിട്ട് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള കുറച്ച് ഏരിയാസും ഞാൻ ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറയുന്നതായിരിക്കും. ആൻഡ് അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ഷോർട്ട് ടൈം ടാർഗറ്റും ഈ ഒരു വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയുന്നതായിരിക്കും. സോട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഞാൻ വീഡിയോയിൽ കിടക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിലുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് പാസ്റ്റ് പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് ക്രാഷും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഞാനിവിടേക്ക് സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ RSI ഇൻഡിക്കേറ്ററും കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററുള്ള കാര്യങ്ങൾ പറയാം. അതായത് സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ രീതിയിൽ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് വന്ന് ഒരു ക്രോസ് ഓവർ സംഭവിച്ചിട്ടുള്ള ഏരിയാസാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഏരിയാസിന് ശേഷം പിന്നീട് പ്രൈസിന് എന്താണ് സംഭവിച്ചു നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ആ ഒരു ക്രോസ് ഓവർ സംഭവിച്ചിട്ടുള്ള ആ ഒരു മന്ത്ലി ക്യാൻഡിൽ ആ ഒരു ഏരിയ മന്ത്ലി ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയ്ക്ക് താഴേക്ക് പ്രൈസ് പിന്നീട് പോയിട്ടില്ല. ഓക്കെ, ഇവിടെ നോക്കിക്കണ്ടെങ്കിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിലാണ് ഇവിടെ ഈ ഒരു വെർട്ടിക്കൽ ലൈൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററിൽ ഒരു ക്രോസ് ഓവർ നടന്നിട്ടുള്ള ഒരു ലൈൻ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്. ആ ഒരു ക്യാൻഡിലിൻ്റെ ആ ഒരു ഏരിയയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയ്ക്ക് താഴേക്ക് പിന്നീട് പ്രൈസ് പോയിട്ടില്ല. ഓക്കെ, അവിടേക്ക് ആ ഒരു ഏരിയയ്ക്ക് പ്രൈസ് വീണ്ടും താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊരു റിജക്ഷൻ സംഭവിച്ച് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും അത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററിൽ ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ വെച്ചുകൊണ്ട് ഒരു ക്രോസ് ഓവർ സംഭവിക്കുന്നു. ദെൻ ആ ഒരു ക്യാൻഡിലാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു ക്യാൻഡിലിന് താഴേക്ക് പിന്നീട് പ്രൈസ് പോയിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ഏരിയയ്ക്ക് താഴേക്ക് പ്രൈസ് പിന്നീട് പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് 2022 സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യം എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ഈ രീതിയിൽ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് വരുന്നു. ദെൻ അവിടെ ഒരു ക്രോസ് ഓവർ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിലാണ് ആ ഒരു ക്രോസ് ഓവർ സംഭവിക്കുന്നത്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്രോസ് ഓവർ സംഭവിക്കുന്നത്. ആൻഡ് നമ്മൾ പാസ്റ്റിൽ ചെയ്ത പോലെ തന്നെ, അതായത് മുൻ വർഷങ്ങളിലെ ചാർട്ടിൽ ചെയ്ത പോലെ തന്നെ ഇവിടെയും നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഏരിയ നമുക്കിവിടെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് താഴേക്ക് പ്രൈസ് പോകില്ല എന്നുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പാസ്റ്റ് പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ സാധ്യതകളുണ്ട്. സോ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വരും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് അതോടൊപ്പം തന്നെ RSI നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഈ RSI ഇൻഡിക്കേറ്റർ ഇതുവരെയായിട്ട് ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോയിട്ടില്ല. എന്നാൽ RSIയുടെ മിഡിൽ ബാൻഡ് ആയിട്ടുള്ള ഈ ഒരു 50 എന്ന് പറയുന്ന ലൈനിന് താഴേക്ക് RSI പോയിട്ടുണ്ട്. അതായിരുന്നു പല സമയത്തും അല്ലെങ്കിൽ പാസ്റ്റിൽ അതായിരുന്നു ഒരു ബോട്ടമായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. RSI ലൈൻ എപ്പോഴാണോ ഈ ഒരു മിഡിൽ ലൈൻ ആയിട്ടുള്ള 50 എന്ന് പറയുന്ന ലൈനിന് താഴേക്ക് പോകുന്നത് അതായിരുന്നു പ്രൈസിൻ്റെ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ്റെ ബോട്ടം ഏരിയ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ഈ ഒരു 50 ലൈനിന് താഴേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഒരു ബോട്ടമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ RSI ഒരു 50 ലൈനിന് താഴേക്ക് പോയിട്ടുണ്ട്. ഇവിടെയും അതൊരു ബോട്ടമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ 2022 RSI നിൽക്കുന്നത് ഈ ഒരു 50 ലൈനിന് താഴെയാണ്. സോ ഇവിടെയും നമുക്കൊരു ബോട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ അതായത് 20K മുതൽ ഒരു 17K വരെയുള്ള 17K മുതൽ 20K വരെയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ലോങ് ടൈമിലേക്ക് ബൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഞാൻ പേഴ്സണലി ഒരുപാട് ബൈ ചെയ്യാനായിട്ട് സാധ്യതയുള്ള അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു 20K എന്ന് പറയുന്ന ഏരിയ. ആൻഡ് ഇപ്പോൾ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 21,546 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ്. ആൻഡ് പ്രൈസ് ഇനിയും ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മന്ത്ലി ക്യാൻഡിൽ നല്ല രീതിയിലുള്ള ഒരു റെഡ് ക്യാൻഡിൽ ആയിട്ട് തന്നെയാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 6 ദിവസം കൂടി ഉണ്ട് ആ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോം ആവാനായിട്ട് നമുക്ക് നോക്കാം. ആൻഡ് ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്. അതായത് നമ്മൾ ഈ ഒരു ട്രെൻഡ് ബേസ്ഡ് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു 0.23 ലെവൽ എന്ന് പറയുന്ന 21,517 എന്ന് പറയുന്ന ലെവലിന് മുകളിലേക്ക് പ്രൈസിന് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. കൃത്യമായിട്ട് ഇവിടെ നിന്ന് പല ക്യാൻഡിൽസ് ഇവിടെ ഒരു റിജക്ഷൻ സംഭവിക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇന്ന് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിലാണ് ഇവിടെ ഫോം ആവുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 19 മണിക്കൂർ കൂടി ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ഫോം ആവാനായിട്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിലാണ് ഇവിടെ ഫോം ആവുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗോൾഡൻ ലെവലായിട്ടുള്ള ഫസ്റ്റ് ഗോൾഡൻ ലൈനായിട്ടുള്ള 0.38 എന്ന് പറയുന്ന ലെവലിലേക്ക് അതായത് 19,543 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കുള്ള ഒരു ഇറങ്ങി വരവ് ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 0% ലെവലായിട്ടുള്ള 24,709 എന്ന് പറയുന്ന ഈ ഒരു ലെവലായിരിക്കും. അപ്പോൾ ഈ റിജക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന 21,545 മുതൽ 21,940 വരെയുള്ള ആ ഒരു ലെവൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബിറ്റ്കോയിനിൽ മുകളിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതെ പ്രൈസ് ഈ രീതിയിൽ
ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ അങ്ങനെ ഇവിടെ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൈസിനെ വീണ്ടും താഴേക്ക് തന്നെ കൊണ്ടുപോകാനായിട്ട് സാധ്യതയുള്ള ഒരു ക്യാൻഡിൽ ആയിരിക്കും. ആൻഡ് ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒരു അസെൻഡിങ് ബ്രോഡനിങ് വെച്ച് അറ്റപറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ലെവൽ തന്നെ 21,000 മുതൽ 21,500 മുതൽ 21,900 വരെയുള്ള ആ ഒരു ലെവൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു ലെവൽ ഞാൻ ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കാണാൻ പറ്റുന്നത് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് മുൻപ് പല തവണ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ഇവിടെ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം അതൊരു സപ്പോർട്ടായിട്ടോടെ ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് വീണ്ടും ആ ഒരു ലെവലോട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്കത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ആ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബെയറിഷ് ആയിട്ടുള്ള എൻഗൾഫിംഗ് ക്യാൻഡിൽ ഇവിടെ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് താഴേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് പ്രൈസ് ഈ രീതിയിൽ ഇതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു 24,000 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിലേക്കുള്ള ഒരു മൂവ്മെൻറ്റും ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഏത് രീതിയിൽ ഇന്നും നാളെയൊക്കെ ആയിട്ട് പ്രൈസ് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ക്യാൻഡിൽസ് ആണ് ഇവിടെ ഫോം ആവുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോ ക്യാൻഡിൽ ഫോം ആകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. ഏത് രീതിയിലാണ് അവിടെ ബയേഴ്സും സെല്ലേഴ്സും ഒക്കെ ബിഹേവ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കുമ്പോഴും ഓരോ ടൈം ഫ്രെയിമിലെ ഓരോ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആ രീതിയിൽ ഇവിടെ ഏത് രീതിയിലായിരിക്കും പ്രൈസിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള 1-2 ദിവസങ്ങളിൽ ഏത് രീതിയിലുള്ള ക്യാൻഡിൽസ് ആണോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഡെയിലി ക്യാൻഡിൽസ് ആണോ ഫോം ആവുന്നത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഏത് രീതിയിലാണ് പ്രൈസിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ എൻ്റെ ഒരു ബെയറിഷ് ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 19,000 എന്ന് പറയുന്ന ഒരു ലെവലായിരിക്കും. 19,885 എന്ന് പറയുന്ന ഒരു പ്രൈസ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് 24,500 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും. അത് എപ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രൈസ് ആക്ഷൻ അവിടെ സംഭവിച്ചാലാണ് ഈ ടാർഗറ്റുകൾ എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് ഒക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാം വിട്ട് കളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.